ഹലോ ദുബായ്. എന്നെ ഒന്ന് കീഴ്പ്പെടുത്തിയെന്ന് കരുതി വിക്കി എന്ന വിളി മാറി ദുബായ് എന്നായോ? പിന്നെ അല്ലാതെ, അടിമയായിട്ട് നിൽക്കുമ്പോഴേ പേടിയുണ്ടാവൂ. അടിമ ചങ്ങലയൊക്കെ പൊട്ടിച്ച പിന്നെ എല്ലാം മാറും മോനെ. നീ എനിക്ക് വലിയൊരു അടി തരാൻ വേണ്ടി വന്നതായിരുന്നു. തിരിച്ച് ഞാനും ഒന്ന് അടിച്ചു. ആ, എങ്ങനെയുണ്ട്? മായാസഭയിൽ അപമാനിക്കപ്പെട്ടപ്പോ ദുര്യോധനന് ദേഷ്യം വന്ന പോലെ ഞാൻ നിന്റെ അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് ദേഷ്യം പിടിച്ചു. ഇങ്ങോട്ട് വന്ന് നിന്റെ കല്യാണം മുടക്കാമെന്ന് കരുതി. പക്ഷേ നീ റിവേഴ്സ് ഗെയിം കളിക്കുമെന്ന് ഒട്ടും ഊഹിച്ചില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ ദുബായ്. കളി നടക്കുന്നത് നമുക്ക് ഫേവറായിട്ടല്ലെങ്കിൽ ഉടനെ ഞാൻ കളി അങ്ങോട്ട് മാറ്റിക്കളയും. നീ എന്തു പ്ലാനായിട്ടാ വരുന്നതെന്ന് ഗൗതമി എന്നെ നേരത്തെ വിളിച്ചു പറഞ്ഞു. ആ ഇൻഫർമേഷൻ എങ്ങാനും എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യത്തിൽ ചിലപ്പോ ഇന്ന് തീരുമാനം ആയേനെ. കാര്യം അവിടെ പറഞ്ഞിട്ട് വന്നത് ഞാൻ ചെയ്ത വലിയ തെറ്റായിപ്പോയി. അല്ലാതെ പിന്നെ കേട്ടിട്ടില്ലേ, ചില കാര്യങ്ങള് നേരത്തെ പറഞ്ഞിട്ട് ചെയ്യണം, മറ്റു ചില കാര്യങ്ങള് പറഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഈ ചെറിയ ലോജിക്ക നീ മിസ് ചെയ്ത്. ബാഡ് ലക്ക്. എന്റെ സീക്രട്സ് എല്ലാവരും അറിയൂ എന്നുള്ളൊരു പേടി ഇത്രയും കാലം എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോ അതും ഇല്ലാതായി. അങ്ങനെയെല്ലാം അവസാനിച്ചെന്ന് കരുതി വല്ലാതെ ആഘോഷിക്കല്ലേ ഡാർലിംഗ്. മറ്റൊരവസരം എനിക്ക് വരാതിരിക്കില്ലല്ലോ. നീ ഇനി തപസ് ചെയ്താലും അല്ലെങ്കിൽ വല്ല ദിഗംബരനെയും പോയി കണ്ട് ചാത്തൻ സേവ നടത്തിയാലും ശ്രീകറുമായിട്ട് നടക്കാൻ പോകുന്ന എന്റെ കല്യാണം ഒരാളും മുടക്കില്ല. ഞാൻ കള്ളനാണെങ്കി നീ കള്ളന് കഞ്ഞി വെച്ചവളാ. നിന്നെയൊക്കെ കണ്ടിട്ടാവും ആ പഴഞ്ചൊല്ല് കണ്ടെത്തിയത്. ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നിനക്ക് ഇത്രയും സമയം എടുത്തല്ലേ? പുവർ ഫെല്ലോ. അതെ ദുബായ്, ആവനിയായിട്ടുള്ള നിന്റെ കല്യാണം മുടങ്ങിപ്പോയല്ലോ എന്ന ഡിസപ്പോയിന്റ്മെന്റില് എന്റെ കല്യാണത്തിന് നീ എന്തായാലും വരാതിരിക്കരുത്. എന്റെ കല്യാണത്തിന്റെ ഫുഡ് അതിഗംഭീരായിരിക്കും. വന്ന് തിന്നിട്ട് പോണം. എല്ലാ ഐറ്റംസും ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞത് ഒരു പായസമെങ്കിലും നീ കുടിച്ചിട്ട് പോണം. കേട്ടല്ലോ? അഹങ്കാരം വേണ്ട നിഹാരിക. ഞാനൊരടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരട്ടി പകയോടെ ആ പ്രതികാരം തീർത്ത് ഞാൻ ഈ കണക്ക് ടാലിയാക്കിയിരിക്കും. വികാസ് ഈ ഗെയിമിൽ നിന്നും ക്വിറ്റ് ചെയ്തെന്ന് കരുതണ്ട. ഈ ഫാമിലിയിലുള്ള മുഴുവൻ ആളുകളും ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നിനക്കേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ആരാണെന്നോ എന്റെ ക്യാരക്ടർ എന്താണെന്നോ ഇവിടെ അറിയിക്കാൻ ആവനിയും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇനിയിപ്പൊ ആവനിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദുബായിലേക്ക് ടിക്കറ്റ് സ്പോൺസർ ചെയ്യണോ മോനെ? ഇവളുടെ ഗെയിമിന് മുമ്പിൽ ഞാൻ പോലും പതറിപ്പോയി. പിന്നെ അവണി എന്ത് ചെയ്യാന്? എന്തായാലും ഉള്ള കാര്യം പറയണം. നിഹാരികേക്ക അവണിയാ ബെറ്റർ. എന്തൊക്കെ സംഭവിച്ചാലും നിഹാരികയെ ഞാൻ വിടില്ല. നിന്നെ കാണുമ്പോ പാവം തോന്നുന്നുണ്ടാവനി. എന്തിനാണാവോ?
വീട്ടിൽ നിന്ന് പുറത്തായില്ലേ, അതുകൊണ്ടാ. അത്ര പാവം തോന്നേണ്ട കാര്യമില്ല. എന്താണെന്നാൽ നീ കാറിൽ പോകുന്നു, ഞാൻ നടക്കുന്നു, അത്രേ ഉള്ളൂ. രണ്ടുപേരും ഇപ്പൊ പുറത്തു തന്നെയാ. നെഗറ്റീവിനെ വരെ പോസിറ്റീവായിട്ട് മാറ്റുന്നുണ്ടല്ലോ, അത് നിന്റെ കഴിവാ. മറ്റൊരു കാര്യം, എന്താണാവോ? എന്റെ കാലിനുള്ള അത്രയും ഗ്യാരണ്ടി നിന്റെ കാറിനുണ്ടാവില്ല. അതെന്താ? എപ്പോ വേണമെങ്കിലും അത് നിന്നു പോകാലോ. ദാറ്റ്സ് ഇംപോസിബിൾ. ദാറ്റ്സ് പോസിബിൾ നിഹാരിക. പഞ്ചർ ആയേക്കാം, ബ്രേക്ക് ഡൗൺ ആയേക്കാം, ഓയിലൊക്കെ തീർന്നേക്കാം, എന്ത് വേണമെങ്കിലും സംഭവിച്ചേക്കാം. അതുകൊണ്ട് പറഞ്ഞതാ, ഏത് നിമിഷം വേണമെങ്കിലും നിന്നു പോയേക്കാമെന്ന്. നീയും എന്റെ ചേട്ടനും തമ്മിൽ നടക്കാൻ പോകുന്ന കല്യാണം പോലെ. നീ ഇപ്പൊ ശരിക്കും എന്താ പറഞ്ഞോണ്ട് വരുന്ന അവനി? ഇപ്പോഴും നീ എന്റെ ശ്രീകരനെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ലല്ലേ? എന്റെ താലിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. അത് നിനക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ചെലവിന് പൈസ ഇല്ലാതെ വരുമ്പോ പണയം വെക്കാൻ വേണ്ടി ഉപകരിക്കുമായിരിക്കും. ആണോ? എന്നാ പിന്നെ നോക്ക. ഉടനെ കല്യാണത്തിനുള്ള ക്ഷണങ്ങൾ വരെ തുടങ്ങാൻ പോവാ. ഇനിയിപ്പൊ നീ എന്ത് നോക്കാനാ? മണ്ഡപത്തിൽ വെച്ച് കല്യാണങ്ങൾ വരെ മുടങ്ങിപ്പോ. ചതിയിലൂടെ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിലെ താലിയ നീ ആഗ്രഹിക്കുന്നത്. നിന്റെ കല്യാണത്തിന് ക്ഷണം മാത്രം ബാക്കിയോ? നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എനിക്ക് എന്റെ വാശിയും പ്രതികാരവും കൂടിക്കൊണ്ടേയിരിക്കും. ആ വാശിയായിരിക്കും നിന്റെ പതനത്തിന് കാരണമാവുന്നത്. നീ നോക്കിക്കോ. ആവനി, എന്താ എന്റെ? സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. ഇപ്പൊ നിന്നെ അങ്ങനെ കാണാറേ ഇല്ലല്ലോ. ഭർത്താവിന്റെ വീട്ടിലല്ലേ ഇപ്പൊ നിക്കാറ്, ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ല. ചേച്ചിയും മോളെയും ഒന്ന് കാണാൻ തോന്നുന്നു ഏട്ടനോട് പറഞ്ഞപ്പോ എങ്കിലൊരു 4 ദിവസം നിന്നിട്ട് പോരെന്ന് പറഞ്ഞു. നിന്റെ ഭർത്താവ് എന്തായാലും വളരെ നല്ലവനാ, ഭാഗ്യം ചെയ്ത കുട്ടിയാ നീ. അതെ ആന്റി, ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തവളാ. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അവനി. ഈ കുട്ടി ഏതാ? ഈ കുട്ടിയോ, ഇവളെനിക്ക് എന്റെ അനിയത്തെ പോലെ ആന്റി. ആണോ? ജാതകത്തില് കുറച്ച് ദോഷമുണ്ട്, അതുകൊണ്ട് കുറെ കാലായിട്ട് ഈ കുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല. അയ്യോ പാവം. 2ാം കെട്ടാണെങ്കിലും കുഴപ്പമില്ല, ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയണേ, കല്യാണം കഴിക്കാനാണെന്നാ പറയുന്നത്. അയ്യോ കഷ്ടം. കാണാൻ നല്ല മിടുക്കി കുട്ടിയാണല്ലോ, പക്ഷെ ഇങ്ങനൊരവസ്ഥ വന്നില്ലേ? കഴിഞ്ഞ ജന്മത്തില് ചെയ്ത തെറ്റുകൾക്ക് ഈ ജന്മത്തിൽ കിട്ടുന്ന ശിക്ഷയായിരിക്കും. അതായിരിക്കും പാവത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. പരിചയത്തിൽ ആരുടെയെങ്കിലും ആലോചന വന്നാ ഞാൻ നിന്നെ അറിയിക്കാം അവനെ. എന്നാൽ അങ്ങനെ ആവട്ടെ ആന്റി. എന്നാ ശരി. മോള് വിഷമിക്കണ്ട കേട്ടോ. സാരമില്ല, ഇങ്ങനെയെങ്കിലും നീ നിന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്തെന്ന് കൂട്ടിക്കോളാം. ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ശ്രീകരനെ എന്റെ ഭർത്താവ് എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനൊരു ബന്ധം ഇപ്പൊ ഇല്ല. നീ ഇപ്പൊ പുറത്താ, നിന്റെ ഭർത്താവിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നും. ബന്ധമില്ലാതാവാൻ എന്റെ ഏട്ടൻ എന്റെ കഴുത്തിൽ നിന്ന് ആ താലി തിരിച്ചെടുത്തിട്ടില്ലല്ലോ. അതെന്റെ കഴുത്തിൽ ഭദ്രമായിട്ടുണ്ട്. ഇതുവരെ കല്യാണാവാത്ത നീയാ എന്റെ ഏട്ടന്റെ മേൽ എന്തോ ഒരു അധികാരം ഉള്ളതുപോലെ സംസാരിക്കുന്നെ. പക്ഷേ ഏട്ടൻ താലി കെട്ടിയത് എന്നെയാ, എനിക്കെന്ത് അധികാരം കാണും? ബായ്. ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ ഞാൻ ശരിക്കും വന്നൊന്ന് കാണുന്നുണ്ട്. ഇതിനിതെന്തു പറ്റി? നിന്റെ കാറിന്റെ കൂടെ നിന്റെ കല്യാണത്തിലും സ്റ്റാർട്ടിംഗ് ട്രബിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിക്ക്.
നീ എപ്പോഴാ വന്നേ? ഞാൻ എപ്പ വന്നു എന്നതിലല്ല കാര്യം. പിന്നെ കാരണം ഇനി നീ ഈ വീട്ടിലേക്ക് കാല് വെക്കാൻ പോകുന്നില്ല. അച്ചോടാ, എന്തിനാണാവോ? നീ വരാൻ പാടില്ല. അതെങ്ങനെ ശരിയാവോ? ഇത് എന്റെ വീടാ. നിന്റെ വീടാണെന്നോ? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണോ നീ? സ്വന്തം വീടല്ലെങ്കിലും ഏത് വീട്ടിൽ നിന്നാലും അതാ എന്റെ വീട്. എന്നാൽ ഈ വീടിനു വേണ്ടി നീ ഇതുവരെ ചെയ്തൊരു നല്ല കാര്യം പറ. ആ, നല്ല കാര്യം ഇപ്പോ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നേരം വെളുക്കുന്നവരെ ആലോചിച്ചാലും പറയില്ല. ഒരു മാസം സമയം കൊടുത്താലും പറയില്ല. നിന്റെ കല്യാണ സർട്ടിഫിക്കറ്റ് ഞാനാ കൊടുത്തേ. ആ അളിയനോട് ഒരു അല്പം പോലും ബഹുമാനമില്ലേ നിനക്ക്? ഒരല്പം ബഹുമാനം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ താലി നീ അഴിച്ചെടുത്തപ്പോ തൊട്ട് അതില്ലാതായി. അങ്ങനെയല്ല അവനി, ഇതിപ്പോ ഇനിയൊന്നും പറയണ്ട. ഇനി നിനക്ക് വീട്ടിൽ കാല് വെക്കണമെങ്കിൽ നീ ആ താലി തിരിച്ചു കൊണ്ടുവരണം. അതെങ്ങനെ ശരിയാവും? താലി നീ എന്താ ചെയ്തേ? ഹിന്ദി പഠിക്കാൻ വേണ്ടി മാർവാടിയുടെ അടുത്ത് വെച്ചതാ. 10,000 രൂപ തന്നു. എന്നാ താൻ ഇനി അയാളുടെ വീട്ടിൽ ചെന്ന് ഹിന്ദി പഠിച്ചിരുന്നു. ഞാനെങ്ങനെ അവന്റെ വീട്ടിൽ പോയി നിൽക്കുന്നേ? അവന്റെ വീട്ടിൽ നിൽക്കണോ അവന്റെ വീടിന്റെ പുറത്ത് വാച്ച്മാനായിട്ട് നിൽക്കണോ എന്നുള്ളത് നിന്റെ ഇഷ്ടം. താലി തിരിച്ചു തന്നിട്ട് വീട്ടിൽ കയറിയാ മതി. ഇതാ നോക്ക്, മഞ്ഞച്ചരടുണ്ടല്ലോ. പുറത്ത് നിൽക്കാനായിട്ട് നിനക്ക് റോഡുണ്ടല്ലോ. ചെറുതായിട്ട് അടിച്ചിട്ടാ വന്നത്. നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കോളാം സുജാത. 10,000 രൂപയുണ്ടല്ലോ, പോയി ബിരിയാണി കഴിക്ക. ഉള്ള പൈസയൊക്കെ ഞാൻ ചെലവാക്കി കളഞ്ഞില്ലേ. അതെനിക്ക് ശീലമായതുകൊണ്ടാ. അല്ലെങ്കിൽ തന്നെ മദ്യത്തിന്റെ ഒക്കെ വില കൂടിയില്ലേ. പച്ച വെള്ളം പോലും തരില്ല. ഇറങ്ങിപ്പോ. മനസ്സിലായല്ലോ? ഒരു പഴയ സിനിമയില് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ ജയപ്രദ വീട്ടുപടിക്കല് ഇതുപോലെ തടഞ്ഞു വെച്ചു. ഇനി ഞാനും രജനീകാന്തിനെ പോലെ സൂപ്പർ സ്റ്റാർ ആവും. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ചേച്ചിയുടെ താലി തിരിച്ചു കൊണ്ടുവന്ന കുറഞ്ഞതൊരു കോമഡി സ്റ്റാർ ആയിട്ടെങ്കിലും നിക്ക. അതല്ല അവനി, അവനി. സുജി, സുജി, എടി വാതിൽ തുറക്കടി. ചക്കരെ, ഞാൻ പറയുന്ന കേൾക്കുന്നു. വാതിൽ തുറക്ക് പ്ലീസ്. സുജി. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ വീട്ടിലിടമില്ല, കെട്ടിയോനെ കേറ്റില്ല, ദൈവമേ എനിക്കൊരിടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്. അളിയനോട് ഞാനങ്ങനെ പെരുമാറിയതില് ഒന്നും തോന്നല്ല ചേച്ചി. ഇവനോടൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പെരുമാറിയാലേ ഇവനൊക്കെ ഒരു പാഠം പഠിക്കും. ഞാൻ ആലോചിക്കുന്നത് എന്റെ ഭർത്താവിനെ കുറിച്ചല്ല, നിന്റെ ജീവിതത്തെ കുറിച്ചാ. 3 ദിവസം കഴിഞ്ഞ ശ്രീകറിന്റെ നിഹാരികയുടെ കല്യാണം നടക്കാൻ പോവാ. നിന്റെ അവസ്ഥ അറിയില്ല എനിക്ക്. പക്ഷേ എന്റെ തലയിലെ ഞരമ്പൊക്കെ പൊട്ടിപ്പോകുന്ന പോലെയാ. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ നമ്മുടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഫലം ആ ദൈവം നോക്കിക്കോളും. രണ്ട് ദിവസം കഴിഞ്ഞ നിന്റെ ശ്രീകറിന്റെ ആ നിഹാരികയുടെയും കല്യാണം നടക്കാൻ പോകുന്നേ. നിനക്ക് കുറച്ചുപോലും പേടിയില്ലേ? ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയില്ല. എനിക്ക് പേടിയില്ലാതിരിക്കോ ചേച്ചി? സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞു. അവര് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പാടില്ല, കോടതി പടി കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കുറിച്ച് നീ ആലോചിച്ചു. അപ്പൊ നിന്നെ കുറിച്ച് ആരാലോചിക്കും? എന്നെ കുറിച്ച് ആലോചിക്കുന്ന ഒരു ഏട്ടനുണ്ട് ചേച്ചി. ഏട്ടനോ? നമ്മുടെ കൂടെ പിറന്നവരല്ലെങ്കിലും ദൈവം തന്നൊരു ഏട്ടനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആര്? മുരളിയോ? അതെ, എന്നെ രക്ഷിക്കാൻ എന്റെ മുരളിച്ചേട്ടൻ എന്തായാലും വരും. കണ്ടോ, ഏട്ടൻ വന്നു. ഇവന്റെ പേര് മുരളി, എൻ്റെ ക്ലോസ് ഫ്രണ്ടാ. ചെന്നൈയിലെ സെറ്റിൽഡ്. എപ്പോഴെങ്കിലും ചെന്നൈയിൽ എന്നെ കണ്ടു കഴിഞ്ഞാലേ ഇങ്ങനെ വന്നൊരു സർപ്രൈസ് തരും. എനിക്ക് അനിയത്തിയില്ല. ഈ നിമിഷം മുതൽ നീ എന്റെ സ്വന്തം അനിയത്തിയാ. നിനക്ക് ആ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒറ്റ കോൾ ചെയ്താൽ മതി, ഈ ഏട്ടൻ നിന്റെ മുമ്പിൽ എത്തിയിരിക്കും.
ഏട്ടാ അവനി, സുഖമാണോ ഏട്ടാ? സുഖമായിട്ടിരിക്കുന്നു. നിന്റെ വിശേഷം എന്താ? സുഖമായിട്ടിരിക്കുന്നു. ഏട്ടാ, എന്റെ ചേച്ചി സുജാത. നമസ്തേ. നമസ്കാരം. അകത്തേക്ക് വാ ഏട്ടാ, കോഫി ഇട്ടുതരാം. അവനി, ഇയാളെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? ഇവളിനി എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ വന്നത് എന്റെ അനിയത്തിയുടെ വീട്ടിലേക്കാ, അഥവാ എന്റെ വീട്ടിലേക്ക്. ഇപ്പൊ എനിക്ക് എന്റെ അനിയത്തി ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആദ്യത്തെ മര്യാദ ഒന്നും വേണ്ട. നീ പെട്ടെന്ന് വരണമെന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നത്. അതല്ല, നീ ശ്രീകറിന്റെ വീട്ടിൽ നിൽക്കാതെ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന എന്താ? ശരിക്കും എന്താ ഉണ്ടായത്? എനിക്ക് എന്താ കാര്യം ഇപ്പൊ അറിയണം. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്റെ ഭർത്താവിന്റെ വീട്ടില് ഞങ്ങളുടെ കല്യാണക്കാരെ അറിഞ്ഞിട്ടില്ല എന്നതാ. നിന്നെ കല്യാണം കഴിച്ച കാര്യം അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലേ? ചേച്ചേ, അവനൊക്കെ ഒരു മനുഷ്യനാ. പറയാനൊരു അവസരം ശ്രീകരേട്ടൻ ഇതുവരെ കിട്ടിയില്ലേട്ടാ. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും ഇനിയും നീ ശ്രീകരന് വേണ്ടിയാ സംസാരിക്കുന്നെങ്കിൽ ശരിയാവില്ല. ഇത്രയൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ട് ഇതൊന്നും പറയാൻ നിനക്കും ആ ശ്രീകരനും പറ്റാതെ വന്നിട്ടല്ലേ? പിന്നെ എന്ത് വേണമായിരുന്നു? ഓരോ തവണയും അമ്മയുടെ ജീവൻ തടസ്സമായിരുന്നു. മുരളി, എനിക്ക് നിന്നോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്. എന്റെ അനിയത്തി ആയതുകൊണ്ടല്ല ഞാൻ ഇതൊന്നും പറയുന്നത്. അവിടെ ശ്രീകരന്റെ ഭാഗത്തും ഇവിടെ ആവനിയുടെ ഭാഗത്തും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ശ്രീകർ അവന്റെ കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ആവനിയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കുമ്പോഴെല്ലാം തല താഴ്ത്തി ഇറങ്ങി പോരൂന്നല്ലാതെ ഇതുവരെ അവളുടെ കഴുത്തിലുള്ള താലിയെക്കുറിച്ച് പറയാൻ അവൾ ശ്രമിച്ചിട്ടേയില്ല. അവസാനം അത് പറയാനുള്ള സമയമായപ്പോ ഒരാളും അത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായെന്നും ഇത്രയും ദിവസം ആ വീട്ടിൽ എന്താ നടന്നതെന്നും എന്നോട് തുറന്നു പറഞ്ഞേ. നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ ആലോചിക്കാം. പറയാം ചേട്ടാ. ജാതകം ചേരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണക്കാര്യം പറയാൻ കഴിഞ്ഞില്ല. നിങ്ങളെന്ന് ഞങ്ങളെക്കുറിച്ച് പറയാനായിട്ടൊരു ശ്രമം നടത്തിയിട്ടും അത് നടന്നില്ല. അത്രയും കാലം ഉണ്ടായതെല്ലാം നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞിട്ടാ ശരിക്കുള്ള പ്രശ്നം തുടങ്ങിയത്. ആ വീട്ടിലേക്ക് ചേരുന്നൊരു ജാതകമായിട്ട് ഒരു ആലോചന വന്നു. അവളുടെ പേര് നിഹാരിക. അവൾ എന്റെ ഭർത്താവിന്റെ വീട്ടിലെ കാല് വെച്ചപ്പോ തൊട്ട് അവിടുത്തെ അവസ്ഥ ആകെ മാറിപ്പോയി. ഞാനാ വേദവതി അമ്മയുടെ വീട്ടിലേക്ക് ജാതകമായിട്ട് കടന്നു വരാൻ പോകുന്ന മരുമകള്. നിങ്ങളുടെ ദ്വിതീയ പുത്രൻ ശ്രീകറിന് ഇവരുടെ പ്രഥമ പുത്രി നിഹാരികയുമായി വിവാഹം നടത്താൻ വരുന്ന മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തമുണ്ട്. ഞാൻ അവനിക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെ പേര് വികാസ്. ഞാൻ അവിടുത്തെ അനന്തരവളാണെന്നുള്ളത് അറിഞ്ഞതടക്കം ഒരു കുഴപ്പമില്ലാതെ പോയതാ. പക്ഷേ ഒരിക്കൽ ആ ഗ്രാമത്തിൽ വെച്ച് ശ്രീകറിന് ഓർമ്മ നഷ്ടമായിട്ടുണ്ട്. നീ പുറത്തെ ഒരാളല്ല, വേദവതിയുടെ മരുമോളാന്നറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ. അവന്റെ ഓർമ്മ പോയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആവനിയുടെ തലവര അങ്ങനെയൊക്കെ ആയിപ്പോയി. പറയുമ്പോ വലിയ വീട്ടിലെ മരുമകളാ, പക്ഷെ അതിലും കൂടുതൽ ഇവളുടെ ജീവിതത്തില് യാതൊരു സന്തോഷങ്ങളും ഇല്ല. കഴുത്തിലുള്ള താലി കാണിച്ചിട്ടും താലി കെട്ടിയത് ശ്രീകരാണെന്ന് ആവനി പറഞ്ഞിട്ട് ഒരാൾ പോലും അത് കേൾക്കുന്നില്ല. അവിടെ നിങ്ങളെ പുറത്താക്കി. എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് ശ്രീകരേട്ടനാ. നീ ഇപ്പൊ ഈ പറഞ്ഞ കള്ളങ്ങൾ കേട്ട് ഇവിടെ നിന്ന് നീ കരഞ്ഞു കാണിക്കുന്നത് കാണുമ്പോ വെറുപ്പാ തോന്നുന്നത്. ഇറങ്ങിപ്പോ അവനി. ഇപ്പോഴാണെങ്കിൽ ശ്രീകരന്റെ നിഹാരികയുടെ കല്യാണം അടുത്തു വരിക. 6-ാം തീയതി കഴിഞ്ഞാ പിന്നെ അവനുടെ ജീവിതം എന്താവുന്ന എനിക്ക് അറിയില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? തെറ്റ് ചെയ്തത് നിഹാരികയല്ല, നീയാ. നിന്റെ ഭീരുത്വം കൊണ്ട് മാത്രമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.
പുറത്ത് സൊസൈറ്റിയിലെ പെണ്ണുങ്ങൾ എങ്ങനെയാണ്? അവരുടെ ഭർത്താവിന്റെ കാര്യത്തിലോ അവരുടെ കുടുംബത്തിന്റെ കാര്യത്തിലോ മറ്റൊരു പെണ്ണ് ഇടപെട്ട് കഴിഞ്ഞാ കുത്തിനെ പിടിച്ച് പുറത്തേക്ക് തള്ളും. നീ എന്താ മോളെ ഇത്ര പാവമായി പോയത്? നല്ലവർക്ക് പച്ചവെള്ളം പോലും കിട്ടാത്ത കാലമായത്. രണ്ടുപേരോടും പറഞ്ഞു പറഞ്ഞു മടുത്ത് എനിക്ക്. ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി.